ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡെലിവറിക്കായിട്ട് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോയും അതേപോലെ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് തിങ്കളാഴ്ച അതായത് ജൂൺ 23 കേട്ടോ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കാലത്ത് ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ പോയാലാണ് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ ഓട്ടോയിലൊക്കെ പോയിട്ട് നമ്മളത് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ വരെ ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ ആയിട്ട് വണ്ടികളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് വെയിലുള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് പോകാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കയറിയിട്ട് വണ്ടികളൊന്നും പോകാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഹോസ്പിറ്റലൊക്കെ എത്തിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലേബർ റൂമിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് OPയിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഡോക്ടറിനെ കണ്ട് സൈൻ ചെയ്തിട്ടാണ് ഇവിടെ അഡ്മിഷന് വേണ്ടി വരാമെന്നുള്ളത്. അങ്ങനെ നേരെ ഞങ്ങൾ OP ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. കാരണം അഡ്മിറ്റ് ആവുന്നവരുണ്ടാവും, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ, പിന്നെ TT എടുക്കുന്നവർ, അങ്ങനെ കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ച. പിന്നെ OP ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അത് നേരെ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ സൈനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും OP ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഫയലും അതേപോലെ തന്നെ പാസ്സൊക്കെ തരും. അതായിട്ട് നമ്മൾ വീണ്ടും താഴത്ത് പോയിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതേ വീണ്ടും നമ്മൾ ലേബർ റൂമിൻ്റെ അവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും കുറച്ച് തിരക്കുണ്ടായിരുന്നു, കാരണം ഓൾറെഡി കുറച്ച് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലേബർ റൂമിൽ പോയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമുക്ക് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ബ്ലഡും അതേപോലെ തന്നെ യൂറിനും ചെക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ കൂടുതലായിട്ടുണ്ടായിരുന്ന ലേബർ റൂമിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 2ാമത്തെ ദിവസത്തെ കാലത്ത് തന്നെ എണീറ്റ് ഞങ്ങൾ പല്ലൊക്കെ തേച്ച് പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരുമ്പാനായിട്ട് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ തിരുമ്പേണ്ട ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ അവിടെ നിന്ന് തിരുമ്പണുണ്ട്. പിന്നെ ഞാനും മോളും കൂടിയിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ ആയിട്ട് നമുക്ക് തിരുമ്പിയത് തോരയിടാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയും മോളും കൂടിയിട്ട് വേഗം കയറിയിട്ട് തോരയിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കയറണ ഉത്സാഹമൊന്നും ഇറങ്ങണ നേരത്തെ ഉണ്ടായിരുന്നില്ല, കാരണം ഇറങ്ങുമ്പോൾ കുറച്ച് പേടിയാവുന്ന ഒരു തരത്തിലുള്ള സ്റ്റെപ്പാണ് കേട്ടോ. അങ്ങനെ ഒരു വിധമൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും വാർഡിലേക്ക് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ റൂമിലൊക്കെ ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് വാർഡാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വാർഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തായിട്ട് നമുക്കിവിടെ കഞ്ഞിയും അതേപോലെ തന്നെ ഉപ്പേരിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കഞ്ഞിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഗ്രീൻ പീസിൻ്റെ ഉപ്പേരി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂട് കഞ്ഞിയും അതേപോലെ തന്നെ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളും അതേപോലെ തന്നെ അമ്മയും അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ പോയത് ലേബർ റൂമിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് എനക്കം ചെക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കാണുന്നത് നമ്മൾ 3ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 3ാമത്തെ ദിവസത്തിൽ ഇതുപോലെ തന്നെ കാലത്ത് തന്നെ ചായ കുടിക്കുകയാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കേട്ടോ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറിനിൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ വന്നു. അങ്ങനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പോയിട്ടോ. പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കാപ്പിയും അതേപോലെ തന്നെ റസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൾ ക്രീം ബണ്ണാണ് കേട്ടോ കഴിക്കണത്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നടക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇരിക്കുക, എടുക്കുക, നടക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പണി. അപ്പോൾ ആ ഒരു വാർഡിൻ്റെ ആ വരാന്തയിലൂടെ ഇതേപോലെ കുറച്ചധികം നേരം നടക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അഡ്മിറ്റ് ആയത് തിങ്കളാഴ്ചയാണെങ്കിലും എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത് ശനിയാഴ്ച ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് 30-ാം തീയതി തിങ്കളാഴ്ച ആയിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇത്ര അധികം ദിവസത്തെ വീഡിയോസൊക്കെ എടുക്കുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ 8 ദിവസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് ഇനി നമ്മുടെ ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ അതിൽ പറയാം കേട്ടോ. പിന്നെ അന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് മാങ്ങയും അതേപോലെ തന്നെ മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അല്ലാതും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചത് ഒരു പഴവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം 2 ഗുളിക കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഇതിലൊന്ന് യൂറിൻ ഇൻഫെക്ഷൻ്റെ ആണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മേല് കഴുകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ കെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കെടുക്കാനായിട്ട് പോവുകയാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലെ പോലെയൊന്നും പറ്റില്ല. കാരണം വാർഡിൽ കുറേ അധികം ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ഒന്ന് ഉറങ്ങി സെറ്റ് ആകുമ്പോഴൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കും ഉറക്കമൊക്കെ വരാറുള്ളൂ. ഈ ഒരു 8 ദിവസത്തിൽ ആകെ ഒരു ദിവസം മാത്രമാണ് കേട്ടോ നമ്മൾ ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് തീരെ ഉറക്കം കിട്ടാത്ത ദിവസങ്ങളായിരുന്നു കേട്ടോ. പല കാരണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഡെലിവറിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത് 2 സൈഡും മുടിയൊക്കെ കെട്ടി പിന്നെ നമ്മളിതിന് ശേഷം വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ വരിക. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേന് ഞാൻ ലേബർ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 11:30 ആകുമ്പോഴത്തേനാണ് കേട്ടോ ഉണ്ണി വന്നത്. അതെ, ഉണ്ണി വരുന്ന വീഡിയോ ആണ് കേട്ടത്. അങ്ങനെ അതേ ഉണ്ണിയൊക്കെ വന്നതിന് ശേഷം പിന്നെ ഡിസ്ചാർജ് നമുക്ക് തിങ്കളാഴ്ചയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം കുറച്ചധികം ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ 2 കൈയിലും കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൈയിലാണ് ഭയങ്കരമായിട്ട് നീരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.